നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ ഏതുമായിക്കൊള്ളട്ടെ, നമുക്ക് ഏതിനെ പറ്റിയും കംപ്ലൈൻറ്റ് പറയുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അഥവാ യൂസ് ചെയ്യുക എന്നുള്ളത് ഒട്ടുമധികം ആളുകൾക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സിരി ഷോർട്ട്കട്ടും ഓട്ടോമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഐഫോണിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ പല ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഓട്ടോമേഷനാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതായത് നമ്മൾ വെളിയിലാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡിവൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോൺ എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ഓഫ് ആയി പോകാം എന്നുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് ഒന്നെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം, അഥവാ വിളിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഇത്ര പെർസെൻറ്റേജ് ആകുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺടാക്റ്റിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സിരി ഷോർട്ട്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അതിൽ ഓട്ടോമേഷൻ ടാബിൽ പോവുക. ഓട്ടോമേഷൻ ടാബിൽ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ബാറ്ററി ലെവൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എത്ര പെർസെൻറ്റേജ് ചാർജ് എത്തുമ്പം നമ്മുടെ ഡിവൈസ് മെസ്സേജ് അയക്കണം, ഓട്ടോമാറ്റിക്കലി മെസ്സേജ് ഫോർവേഡ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സ്ലൈഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു 10% അല്ലെങ്കിൽ 5% സെറ്റ് ചെയ്തു. ശേഷം റൺ ഇമീഡിയറ്റ്ലി സെലക്ട് ചെയ്യുക. കാരണം ഇത് ഓട്ടോമേഷൻ ആണ്. സോ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു 5% ബാറ്ററി എത്തിക്കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ചെയ്യുന്ന കോൺടാക്റ്റിലേക്ക് മെസ്സേജ് പോകണം. അതായത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താണോ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ ആഡ് ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മെസ്സേജ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട മെസ്സേജ് എന്താണെന്നുള്ളത് ടൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. അതിനുശേഷം റെസിപ്പിയൻറ്റ് ആർക്കാണോ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യേണ്ടത് അവരെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ 2 കോൺടാക്റ്റുകൾ ആഡ് ചെയ്തു, ഡൺ കൊടുത്തു. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ എത്ര കോൺടാക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ബാറ്ററി എപ്പോൾ 5% ആകുന്നു ആ ഒരു സെയിം ടൈമിൽ നമ്മളുടെ ഈ പറഞ്ഞ കോൺടാക്റ്റിലേക്ക് മെസ്സേജുകൾ പോകുന്നതായിരിക്കും. ഇതിൽ രണ്ടാമത് ഒരു ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാസ്വേഡ്, അതായത് നമുക്കറിയാം സെറ്റിങ്സ്, അതിനുശേഷം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെയാണ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ പാസ്വേഡുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് പാസ്വേഡ് എവിടെയെങ്കിലും നമുക്ക് നോക്കി എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ പാസ്വേഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിങ്സിനകത്ത് പോയി പാസ്വേഡ് എല്ലാം ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരം നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ വളരെ എളുപ്പം ഈ ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഡയറക്റ്റ് ആ ഒരു പാസ്വേഡിൻ്റെ ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓട്ടോമേഷൻ അല്ല, അതിന് പകരം ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതൊരു പ്രീ ഡിഫൈൻഡ് ഷോർട്ട് കട്ടാണ്. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഷോർട്ട് കട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടോപ്പ് ആരോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഒരു പേര് വേണമെങ്കിൽ റീനെയിം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഐക്കൺ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കീയുടെയാണ്. ജസ്റ്റ് കീ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കീ ഐക്കൺ കിട്ടും, കളറും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് ഡയറക്റ്റ്ലി വേറെ എങ്ങും പോകാതെ സെറ്റിങ്സ് ഒന്നും ഓപ്പൺ ചെയ്യാതെ ഡയറക്റ്റ്ലി നമുക്ക് പാസ്വേഡ്സിൻ്റെ ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതിലെ മൂന്നാമത്തത് ഒരു ഓട്ടോമേഷനാണ്. സ്ഥിരം മെസ്സേജിലും കമൻസിലും ഒക്കെ ചോദിക്കുന്ന ഒരു ഓട്ടോമേഷനാണ്. അതായത് നമ്മുടെ VPN നമുക്കറിയാം. സെറ്റിങ്സിനകത്ത് VPN എന്ന് പറയുന്നൊരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു VPN നമുക്കൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഓപ്പൺ ചെയ്യുമ്പോൾ VPN വേണ്ടത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി VPN എനേബിൾ ആവുക, ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്കണക്ട് ആവുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു VPN നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.1.1 എന്ന് പറയുന്ന ഈ ഒരു VPN ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPN ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് പോയി ഓട്ടോമേഷൻ ടാബിൽ പോവുക, പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ. ഞാനിപ്പം സഫാരിയാണ് ഓപ്പൺ ചെയ്യുന്നത്. സഫാരി, അതായത് എനിക്ക് സഫാരി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് VPN ഓൺ ആകുകയും സഫാരി എക്സിറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി VPN ക്ലോസ് ആകുകയും ചെയ്യണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഡൺ കൊടുക്കുക. നമ്മളിപ്പം ആപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം റൺ ഇമീഡിയറ്റ്ലി എന്നുള്ളത് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ഇവിടെ ബ്ലാങ്ക് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക, ആഡ് ആക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ സെറ്റ് VPN സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണക്ട്, നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കണക്റ്റ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം VPN എന്നുള്ളത് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് VPN ആണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള VPN ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം, ഡൺ കൊടുക്കുക.
ഇത് ഡൺ കൊടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് VPN കാണാൻ സാധിക്കുള്ളൂ. അതായത് സഫാരി ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ VPN ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും VPN ഡിസേബിൾ ആയി. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ട ഓട്ടോമേഷൻസ്. വീണ്ടും ഓട്ടോമേഷൻ ടാബിൽ പോവുക, പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, വീണ്ടും ആപ്പ് ഓപ്പൺ ചെയ്യുക, ഈസ് ക്ലോസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ പ്രാവശ്യം ഈസ് ക്ലോസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. റൺ ഇമീഡിയറ്റ്ലി കൊടുക്കുക, ചൂസ് സഫാരി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ വീണ്ടും പോയി സെറ്റ് VPN എന്നുള്ളത്, VPN നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അത് സെറ്റ് VPN സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ കണക്ട് എന്നുള്ളത് ടാപ്പ് ചെയ്ത് ഡിസ്കണക്റ്റ് സെലക്ട് ചെയ്യുക. ഈ പ്രാവശ്യം ഡിസ്കണക്റ്റ് ആണ് വേണ്ടത്. VPN വീണ്ടും നമ്മൾ ഇഷ്ടമുള്ള VPN സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. അടുത്തത് ഒരു ചെറിയ സിമ്പിൾ ഷോർട്ട് കട്ടാണ്. അതായത് നമുക്ക് ആഡുകൾ യൂട്യൂബിലും മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ആഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കത് മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അതിനുവേണ്ടി ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ആഡ് ആക്ഷൻ എന്നുള്ളത് സെറ്റ് വോളിയം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതാണ് ആ ഷോർട്ട് കട്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മീഡിയ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. 50% എന്നുള്ളത് 0% ആക്കുക. അതിനുശേഷം അടുത്തൊരു ആക്ഷൻ ആഡ് ചെയ്യണം. അതാണ് വെയിറ്റ് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യും. ഇതാണ് വെയിറ്റ് ആക്ഷൻ. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 സെക്കൻഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. ആ ഒരു ടൈം നിങ്ങൾ മാറ്റി 5 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് ആഡ് ചെയ്യുക. കാരണം നമ്മുടെ ആ ഒരു ആഡ് പ്ലേ ആവുന്നത് ഇത്രയും ടൈമിലേക്കായിരിക്കും. അതിനുശേഷം ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത അതേ ആക്ഷൻ വീണ്ടും ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് വരും. അത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് ആക്കുക. അതിനുശേഷം ഈ ഒരു വോളിയം പെർസെൻറ്റേജ് ഒന്ന് കൂട്ടി നിങ്ങൾ നോർമൽ ആ ഒരു ഇതിലേക്ക് ആക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആഡ് പ്ലേ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഓഡിയോ കംപ്ലീറ്റ്ലി മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഡൺ കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പേരും ഐക്കണും കാര്യങ്ങളൊക്കെ മാറ്റാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ്പെഷ്യലി iPhone 15 Pro സീരീസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ ബട്ടണിൽ, ഈ സൈഡിലെ ആക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. അതാകുമ്പം വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മ്യൂട്ട് ആഡ് എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് കട്ട് ഞാൻ ആഡ് ചെയ്തു. 5 അല്ലെങ്കിൽ 6 സെക്കൻഡ്, നമ്മൾ 6 സെക്കൻഡത്തേക്ക് ആ ഓഡിയോ മ്യൂട്ടാവും. വീണ്ടും പഴയ പോലെ ഓഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. ടൈം സ്റ്റാമ്പോടെ നമുക്ക് യൂട്യൂബ് ലിങ്കുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അതായത് നമ്മളിപ്പം യൂട്യൂബ് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇതിൽ നമുക്കൊരു പർട്ടിക്കുലർ പാർട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ വീഡിയോ ആയിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്യണം. അവർക്ക് പെട്ടെന്ന് കാണുമ്പം ആ ഒരു ടൈം സ്റ്റാമ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ 4 മിനിറ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ഭാഗമാണ് അവരെ കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ നോക്കി നോക്കുക. 4:24 ആണ്. ഞാൻ ഷെയർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്തു, മോർ ഓപ്ഷനിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഈ ഒരു ടൈം സ്റ്റാമ്പിൻ്റെ ഷോർട്ട് കട്ട് അവിടെ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടൈമാണോ വേണ്ടത്, 4:24 ആണ് എനിക്ക് വേണ്ടത്. ഡൺ കൊടുക്കുക. ഇത് ചെയ്യുമ്പം അലൗ ഓൾവേസ് കൊടുക്കുക. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. ഇനി നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ടൈം എപ്പോഴാണോ പറഞ്ഞത് ആ ടൈം മുതലുള്ള വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ടൈം സ്റ്റാമ്പ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ഓൺ ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ടാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് ഷോർട്ട് ഓൺ ഐഫോൺ എന്ന് പറയുന്ന ഫ്രെയിമും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിനുവേണ്ടി ടാപ്പ് ചെയ്യുക ഷോർട്ട് കട്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഡാർക്ക് ആണോ ലൈറ്റ് മോഡാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വരും. ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ഷോർട്ട് ഓൺ ഐഫോൺ എന്നുള്ള പേരും ടാഗ് ലൈനൊക്കെ കൊടുത്തൊരു ഫ്രെയിം സെറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇത് ഷെയർ ഷീറ്റിൽ ടാപ്പ് ചെയ്ത് ഇത് സേവ് ചെയ്യാമെന്നാണ് നമ്മുടെ ഫോട്ടോ ആൽബത്തിലേക്ക്. ഇനി ഇവിടെ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ആപ്പിൾ ലോഗോ, ഷോർട്ട് ഓൺ ഐഫോൺ എന്നൊക്കെ കൊടുത്ത് അതിൻ്റെ ഡേറ്റും ടൈമും അതോടൊപ്പം ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. എത്ര ISO, ആപ്പർച്ചർ, അതിൻ്റെ ലെങ്സ്, മില്ലിമീറ്റർ, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ഫോട്ടോസിനും ഷോർട്ട് ഓൺ ഐഫോൺ ഫ്രെയിമും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ഷോർട്ട് കട്ട്സും ഓട്ടോമേഷൻസും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു സെറ്റപ്പ്, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.